ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് തായ്വാനിലെ മിറാർമാർ ഫെറി വീൽസ് എന്നറിയപ്പെടുന്ന ഈ കാണുന്ന കൂറ്റൻ ആകാശ ഊഞ്ഞാലിലെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട്, ഈ ആകാശ ഊഞ്ഞാലിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് തായ്പേ മെട്രോയിലെ ബ്രൗൺ ലൈനിലുള്ള ജിയാന്നാൻ സ്റ്റേഷൻ 15, അതായത് നമ്മൾ ഈ തൊട്ട് കാണുന്ന ഇവിടെയാണ് ജിയാന്നാൻ സ്റ്റേഷൻ. അവിടുന്ന് ഒരു 10 മിനിറ്റ് പോലും നടക്കണ്ട, ഈ റോഡൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി നമുക്ക് ഈ കൂറ്റൻ ആകാശ ഊഞ്ഞാലിലേക്ക് എത്താൻ പറ്റും. ഇതിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വന്നോളൂ, കണ്ടോളൂ. വളരെ പതിയെയാണ് ആകാശ ഊഞ്ഞാൽ കറങ്ങുന്നത്. അപ്പോൾ നമ്മളങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് മാളിൻ്റെ അടുത്തേക്ക് എത്തി. 5ാം നിലയിലാണ് ഈ കൂറ്റൻ ആകാശ ഊഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാനുമൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നിരവധി ഫ്രെയിംസും ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ബാസ്കറ്റ് ബോൾ ഉണ്ട്. ഇവിടെ ഹോളിഡേയ്സ് വരുവാണ് മുതിർന്നവർക്ക് 200 NTDയും വീക്ക് ഡേയ്സിലാണ് 150 NTD ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമ്മളങ്ങനെ ആകാശ ഊഞ്ഞാലിലേക്ക് കയറാൻ പോവുകയാണ്. ഈ കാണുന്ന ക്യാബിനിലാണ് നമ്മൾ കയറുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഉടൻ തന്നെ ക്യാബിൻ്റെ വാതിൽ ഇവർ പുറത്തുനിന്ന് അടയ്ക്കും. അതിനുശേഷം റൈഡ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡോറ് പിന്നീട് തുറക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്യാബിൻ വളരെ സാവധാനത്തിലാണ് മുകളിലേക്ക് ഉയരുന്നത്. എയർ കണ്ടീഷൻ സംവിധാനവും ഈ ക്യാബിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂട് സീസണിൽ വന്നാലും നമുക്ക് ഈ ഒരു റൈഡ് ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ സാവധാനത്തിൽ ആകാശ ഊഞ്ഞാൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പൊങ്ങിക്കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകും. ആ സമയത്ത് നമുക്കൊരു ഷെയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇതിന് ക്യാബിനുള്ളിലിരിക്കുമ്പോഴും. അപ്പോൾ ചിലർക്കെങ്കിലും അതൊക്കെ പേടിയായിട്ട് തോന്നിയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ആകാശ ഊഞ്ഞാൽ താഴേന്ന് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ വളരെ ഉയരത്തിലാണ് ഇത് ഉയർന്നു പൊങ്ങുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള തായ്പേ നഗരത്തിൻ്റെ പനോരമ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഈ മാളിൻ്റെ മുകളിലെ എയർ കണ്ടീഷൻ സിസ്റ്റമാണ്. അതിൻ്റെ വാട്ടർ സംഭരണികളാണ് ഈ കാണുന്നത്. പാലത്തിൽ കൂടിയുള്ള മെട്രോ ട്രെയിൻ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും ഈ ഒരു ആകാശ ഊഞ്ഞാൽ ഇത്ര ഉയരമുണ്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ആകാശ ഊഞ്ഞാലാണ്. അപ്പോൾ നമുക്കിതിൽ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബലം നമുക്ക് അനുഭവപ്പെടും. തായ്പേ 101 തായ്വാനിലെ ഏറ്റവും ഉയരം കൂടിയ, ഒരു കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്ന തായ്പേ 101 ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ എന്ത് രസമാണല്ലേ. തായ്പേ 101ൻ്റെ പുറകിൽ കോടമഞ്ഞും മലനിരകളും എല്ലാം കൂടിയുള്ള മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. തായ്പേ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആകാശ ഊഞ്ഞാൽ യാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത്. സോങ്ഷാൻ എയർപോർട്ടിൽ റൺവേയിലൂടെ നീങ്ങുന്ന ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന നിരവധി ഫ്ലൈറ്റുകളും നമുക്ക് സൂം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രാഗൺ പാലസ് എന്നറിയപ്പെടുന്ന തായ്പേ ഗ്രാൻഡ് ഹോട്ടൽ നമുക്കങ്ങ് ദൂരെ കാണാം. അങ്ങനെ നമ്മുടെ റൈഡ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവർ ഓപ്പൺ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയായോ? ശരിക്കും ദേവുവിന് ഹൈറ്റ് അറിയാത്തതുകൊണ്ടായിരിക്കും, ഹൈറ്റ് പോകുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. ദേവുവിന് ഒട്ടും പേടിയായത് ശരിക്കും എനിക്കാണ്. ധൈര്യശാലികളായിട്ടുള്ള എല്ലാവരും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒന്നാണ് മിറാർമാർസിലെ ഈ ഫെറീസ് വീൽസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.